Amen. Thank you. We will begin at 3rd John, which we ended up. Keep it, brother. Come on. Okay. 3rd John, we were looking into the characteristics of a man called John. യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവങ്ങൾ 3 യോഹന്നാൻ അതിന്റെ ആ പുസ്തകത്തിൽ കൂടി നമുക്ക് കാണാം. I said that there's going to be a shift in the ministry of service, of worship, and the ministry of the word. ഹല്ലേലൂയ. ഞാൻ പറയാനിടയായല്ലോ, ഹല്ലേലൂയ, നമ്മുടെ ആരാധനയുടെ തലങ്ങളിലും വചന ശുശ്രൂഷയുടെ തലങ്ങളിലും വലിയൊരു ഷിഫ്റ്റ്, വലിയൊരു ഉയർച്ച കർത്താവ് നമുക്ക് തരും. I sometimes come here and open the Bible and read the scriptures for you. ചിലപ്പോൾ ഞാൻ ഇവിടെ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം തുറന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കും. It is for you, അത് നിങ്ങൾക്ക് വേണ്ടിയാണ് so വായിക്കുന്നത്. that you may not be offended. കാരണം നിങ്ങൾക്ക് ഇടർച്ച വരരുത്, അതിനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. The ministry of word in the new covenant does not keep you under. Now this is going to be a revolution under this. ദൈവവചന ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ വചനത്തിന്റെ ഉള്ളിലുള്ളതായിരിക്കണം നിർബന്ധമില്ല. You have to come out with the power of the Holy Ghost. ദൈവാത്മാവിന്റെ ശക്തിയോടെ നിങ്ങൾ പുറത്തേക്ക് വരണം. Thank you, Jesus. ഇങ്ങനെയല്ല. Praise the Lord. The Bible says, they that wait upon the Lord shall renew their strength. ദൈവവചനം പറയുന്നു, ദൈവത്തെ കാത്തിരിക്കുന്നു, യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. Not finished. തീർന്നില്ല. They shall renew their strength like eagles. അവർ കഴുകന്മാരെ പോലെ അവരുടെ ശക്തി പുതുക്കും. That's a time for you. അങ്ങനെയുള്ള ഒരു സമയമാണ് നമുക്ക്. So that you may fly high. എന്തിനാണ് ഈ ശക്തി പകരുന്നത്, പുതുക്കുന്നത്? ഉയരെ പറക്കാൻ. Hallelujah. Look, I'm straight away moving into the spirit. നേരിട്ട് ഞാൻ ആത്മാവിലേക്ക് How കയറുകയാണ്. many people can say an amen to that? എത്ര പേർക്ക് എന്നോട് ആത്മാവിന് ആമേൻ പറയാം? I have a question for you. ഒരു ചോദ്യം ചോദിക്കട്ടെ. Do you want me to preach or do you want him to preach? ഹല്ലേലൂയ. ഞാനാകുന്ന വ്യക്തി പ്രസംഗിക്കണമോ, കർത്താവ് നിങ്ങളോട് സംസാരിക്കണമോ? ആമേൻ. ഞാൻ പ്രസംഗിച്ചാൽ വെല്ലവും കിട്ടും, കർത്താവ് പ്രസംഗിച്ചാൽ എല്ലാം കിട്ടും. Amen. If I preach, you may get something, but if the Lord speak, you will get everything you need. There is a particular kind of a bird ഒരു പ്രത്യേക തരത്തിലുള്ള പക്ഷിയുണ്ട്. which you see in Kerala mostly. കേരളത്തിലാണ് പൊതുവെ കാണുന്നത്. Maybe some of you know it. നിങ്ങൾ പലർക്കും അറിയാവുന്നതായിരിക്കും. It has wings, അതിന് ചിറകുണ്ട്, but it cannot fly. എങ്കിലും അതിന് പറക്കാൻ പറ്റത്തില്ല. What's the name of that? ആ പക്ഷിയുടെ പേരെന്താണ്? Kare. Praise the Lord. Thank you, Jesus. It has wings, അതിന് ചിറകുണ്ട്, but it cannot fly. അതിന് പറക്കാൻ പറ്റത്തില്ല. But the eagle, എന്നാൽ കഴുകൻ, it has wings. അതിനും ചിറകുണ്ട്, The eagle will fly. അത് പറക്കും. You know how the eagle learns to fly? എങ്ങനെയാണ് കഴുകൻ പറക്കാൻ പഠിക്കുന്നത്? Praise God. യേശുവിന്റെ നാമത്തിൽ ആ ശബ്ദം ഇങ്ങ് പുഴാൻ പോരട്ടെ. Amen. Hallelujah. In Jesus' name. Praise the Lord. You are seeing a miracle there. Yesterday night she called me. ഇന്നലെ രാത്രി സംസാരിക്കാൻ വയ്യാതെ ഒച്ച അടച്ച് സഹോദരി വിളിച്ചു. She could not take the Sunday school. സൺഡേ സ്കൂളിൽ എടുക്കാൻ But I പറ്റത്തില്ല. thank God she came. എന്നാൽ ഇന്ന് രാവിലെ കടന്നു വന്നു. Now she can speak. ഇപ്പോൾ സംസാരിക്കാൻ ബലമുണ്ട്, They ശക്തി. that wait upon the Lord കർത്താവിനെ കാത്തിരിക്കുന്നവർ shall renew their strength. അവരുടെ ശക്തി അവർ പുതുക്കും. They shall be like eagles. അവർ കഴുകന്മാരെ പോലെ ആകും. We come back to the hen. Listen, അല്ലെ കോഴിയുടെ അടുത്തേക്ക് മടങ്ങി വരാം, rather to the eagle. അല്ലെങ്കിൽ കഴുകന്റെ അടുത്തേക്ക് പോകാം. ഇത് നിങ്ങളൊന്ന് എടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാം. ആമേൻ. ഇതൊന്ന് സ്വീകരിച്ചാൽ we will be finishing very fast. Amen. Amen. Because in the kingdom of God, let me tell you, the principles are very simple. The understanding is very easy. Jesus always spoke in parables. Jesus spoke straight, and the disciples understood, and they said, "Praise the Lord." ആമേൻ. ദൈവരാജ്യത്തിൽ കാര്യങ്ങൾ വളരെ ലളിതമാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല. What is the യേശു message? കർത്താവ് നേരിട്ട് സംസാരിച്ചു, ഉപമകളിൽ കൂടി അവരെ മനസ്സിലാക്കി, അവർക്ക് What's മനസ്സിലായി. the message today? എന്താണ് നമ്മുടെ സന്ദേശം? Revival Church, God wants you to start flying. ആമേൻ. റിവൈവൽ സഭയെ നിങ്ങൾ ഉയരെ പറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Praise the Lord. Praise the Lord. Oh, Pastor, you're talking about your own life, your prophecy. ഓ, പാസ്റ്ററുടെ തന്നെ പ്രവചനം പാസ്റ്റർ പറയുകയാണോ? I'm talking about you this morning. അല്ല, നിങ്ങളെ പറ്റിയുമുള്ള പ്രവചനമാണ്. I'm prophesying to you. നിങ്ങളോട് പ്രവചിക്കുകയാണ്. Fly high. ഉയരെ പറക്കുക. Fly high. ഉയരത്തിൽ പറക്കുക. Turn to your neighbor and say, "It's time for you to fly." അടുത്ത ആളിനെ തിരിഞ്ഞിട്ട് പറയുക, ഇപ്പൊ പറക്കാനുള്ള സമയം വന്നിരിക്കുന്നു. It's the time for you to fly. It's time for you to fly. Time for you to fly. It's time. Fly. Those of you who have ever gotten on a plane, those of you who have ever gotten into a plane, പ്ലെയിനെ കയറിയവർക്കറിയാം. the last person who just got down to the plane is my brother Vijay. He's here this morning. അവസാനം പ്ലെയിനെ യാത്ര ചെയ്തത്
നമ്മുടെ വിജയാണ് ഇവിടെ ഉണ്ട്. Vijesh. വിജീഷ്. Okay. Now, what happens when you get on the plane? പ്ലെയിനെ കയറുമ്പോൾ കൊടുക്കുക എന്താ നടക്കുന്നത്? You don't have to have your own wings. നമ്മുടെ സ്വന്തം ചിറകല്ല. Ladies and gentlemen, we are going to take off in another 15 minutes. The weather is very clear. We will reach Florida in the next 1 hour. അതെ പ്രിയപ്പെട്ടവർ, Enjoy your flight. This is Captain Nainan Thomas speaking to you for the Heavenly Airways. Praise the Lord. സ്വർഗീയ എയർവേസിന് വേണ്ടി ക്യാപ്റ്റൻ നൈനൻ ജോസഫ് സംസാരിക്കുകയാണ്. ഇതാ നമ്മൾ Nainan Joseph further. Okay. Just kidding. Look, when God wants you to fly, you don't have to develop your own wings. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറക്കാൻ ദൈവം അനുവദിക്കുമ്പോൾ നിങ്ങളുടെ ചിറകിന്റെ ആവശ്യമില്ല. Somebody has already prepared their heavenly wings. നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം തന്റെ ചിറക് ഒരുക്കി കഴിഞ്ഞു. God told the children of Israel like this. ഇസ്രായേൽ മക്കളോട് ദൈവം ഇങ്ങനെ പറഞ്ഞു. What did he tell them? I bore you on eagle's wings and brought you out of Pharaoh. ആമേൻ. ഞാൻ നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ചു. Did you remember that? നിങ്ങൾ ഓർക്കുന്നുവോ? It is in Exodus chapter 15 somewhere. Don't look into it. ആമേൻ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലാണിത്. We have a heavenly aeroplane. ആമേൻ. നമുക്കൊരു സ്വർഗീയ എയർലൈൻസ് ഉണ്ട്. ചുമ്മാ കേറി ഇരുന്നാ മതിയെന്നേ. You just sit down in that. You know, people are struggling and struggling and struggling. This morning, I don't know who it was. I saw somebody was struggling to be under the floor, struggling to worship. That struggle is not needed anymore. ആമേൻ. അനേകർ ഈ പ്ലെയിനെ കയറാനെ കൊണ്ട് വളരെ കഷ്ടപ്പെടുകയാ. ഇന്ന് പകൽക്കാലം ആരോ വളരെ കഷ്ടപ്പെട്ടു. This morning, you know, I was watching the children worshiping. കുഞ്ഞുങ്ങൾ ആരാധിക്കാൻ ശ്രദ്ധിച്ചു. There was an anointing upon them. അവരുടെ മേൽ ഒരു അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ട്. Some of you are not used to that. That is why you're keeping quiet. നിങ്ങൾ ചിലർക്ക് അത് മനസ്സിലായി, അതുകൊണ്ടാണ്. But I could sense the anointing on it. Aren't you happy, people of God? ഹല്ലേലൂയ. അവരുടെ മേൽ അഭിഷേകം കണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? Those kids can come and start leading worship. What more do you want? ഈ കുഞ്ഞുങ്ങൾ കടന്ന് ആരാധന നയിക്കാൻ പറ്റും. ഇതിൽ കൂടുതൽ എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? Hallelujah. Amen. What did they do? അവരെന്താ ചെയ്തേ? They just do what I tell them to do. That's very simple. അവരോട് പറഞ്ഞവർ അനുസരിച്ച് അത്രേ They ഉള്ളൂ. come do a lot of things. Hallelujah. ആമേൻ. അവരുടെ കാര്യം ചെയ്യും. മുഖം മാറാൻ പോവാ. ആമേൻ. യേശുവിന്റെ Your face is നാമത്തിൽ going to change. അവൻ ചിരിക്കുക. ആമേൻ. ഈ ചിലരോട് ദൂത് പറയണം. ഞാൻ എങ്ങനെ പറയണം? യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നട്ടെ. ആമേൻ. ദൂത് എല്ലാവരും കണ്ണടച്ച് സ്വതം മുഖം മാറ്റാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനൊന്നും പറയത്തില്ല. Hallelujah. Praise the Lord. But that is a word that came to you. Amen. God is going to change the face, especially young people. I want you to know. Amen. Just through you. Amen. The Hallelujah. people in this place have to come inside. Amen. പ്രിയപ്പെട്ടവരെ, പ്രത്യേക കുഞ്ഞുങ്ങളിൽ കൂടെ ഈ ദേശം വിടുവിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ പോകുന്നു. Time to fly high. ഉയരെ പറക്കാനുള്ള സമയമാണ്. Get into the plane. പ്ലെയിനിൽ കയറുക. Somebody shout an amen. Amen. Hallelujah. 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 Praise God. Some of you are thinking, Pastor, I just got baptized. I just, how can I fly high? The answer is you got baptized into Christ. That's the answer. ആമേൻ. ചിലർ വിചാരിക്കാൻ ഞാൻ ഇപ്പൊ സ്നാനപ്പെട്ടതുള്ള ഇങ്ങനെ പറക്കാൻ പറ്റും. നിങ്ങളൊരു കാര്യം തിരിച്ചറിഞ്ഞാൽ മതി. നിങ്ങൾ യേശുവിനോടാണ് സ്നാനപ്പെട്ടത്. അത് മതി. Hallelujah. ആമേൻ. Praise the Lord. ആമേൻ. Hallelujah. Stotram. Hallelujah. How does an eaglet is made to fly? How does a young eagle fly? എങ്ങനെയാണ് ഒരു കഴുകന്റെ കുഞ്ഞ് പറക്കാൻ പഠിക്കുന്നത്? Now you're in a shock. ഇപ്പോൾ നിങ്ങൾക്ക് ഷോക്ക് ഉണ്ടോ? You know how? Praise the Lord. Amen. The mother eagle takes the young eagle up to a mountain. Hallelujah. അമ്മ കഴുകൻ കുഞ്ഞിനെ ഒരു That's what I'm coming to. But up to the mountain. ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. The baby is so happy. അപ്പോൾ കുഞ്ഞിന് വളരെ സന്തോഷം. Oh, my mommy is there. എൻ്റെ അമ്മയുണ്ട്. And I've been flying on my mother's eagles. എൻ്റെ അമ്മയുടെ ചെറുകന്മേൽ ഞാൻ ഇരുന്ന് പറക്കുകയാണ്. Suddenly the mother pushes the nest and the baby eagle down. പെട്ടെന്ന് ഹല്ലേലൂയ ഈ കുഞ്ഞിനെ തള്ളി അമ്മ താഴെ ഇടും. If നമ്മൾ മലയാളിയാണെങ്കിൽ 40 ഹല്ലേലൂയ 21 മലയാളീസ് we so ഈ ഉപവാസം എല്ലാം കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. Amen. Nothing is going to work even after this. കാരണം പറയട്ടെ, you know why? തമ്പുരാന്റെ പണി നിന്നെ കൊണ്ട് ഉപവസിപ്പിച്ച് നശിപ്പിക്കാനല്ല, നീ പറക്കാനാ തമ്പുരാന്റെ. Amen. What God intends about you is not to make you tired by fasting, but to make you fly high. You know, please don't think I am against fasting. I am for fasting and prayer. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉപവാസത്തിനെതിരാണ് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. I do fast and pray. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കും. But do not think that fasting and prayer is the only answer to your problem. എന്നാൽ ഉപവാസം പ്രാർത്ഥനയും മാത്രമാണ് നിങ്ങളുടെ വിഷയങ്ങൾക്കുള്ള മറുപടി എന്ന് You ചിന്തിക്കരുത്. have to take a step of faith. നിങ്ങളും വിശ്വാസത്തിന്റെ ചുവടുകൾ When എടുക്കണം. you take a step of faith, നിങ്ങൾ വിശ്വാസ ചുവടെടുക്കുമ്പോൾ I told you the other day, there are hands underneath. നിങ്ങൾ അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, അങ്ങനെ നിങ്ങൾ വിശ്വാസ ചുവടെടുക്കുമ്പോൾ നിങ്ങളെ താങ്ങുവാൻ ശക്തിയുള്ള കരം താഴെയുണ്ട്. You may not sometimes see it immediately, sometimes you may see it immediately. ചിലപ്പോൾ പെട്ടെന്ന് കാണത്തില്ല, ചിലപ്പോൾ ഇച്ചിരി കഴിഞ്ഞാലും കാണും. The baby eagle is falling.
It is about 3 feet from the ground. ഹല്ലേലൂയ. നോക്കണമേ, ഈ കഴുകൻ കുഞ്ഞ് താഴോട്ട് വീഴുകയാണ്. നിലത്ത് തൊടാൻ ഏതാണ്ട് 3 അടി ഉയരമുള്ള സമയം വരും. നിന്റെ ഉള്ളിൽ ഇങ്ങനെ കത്താൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഏതാണ്ടൊക്കെ പിടിച്ചിങ്ങനെ വലിക്കുക. Amen. In your heart you want to fly like this, but something is pulling you back. Hallelujah. Praise the Lord. Amen. Just before 3 feet before you are flying, ഓ 3 അടി താഴ്ച വരുമ്പോൾ something begins to develop from yourself. ഹല്ലേലൂയ. ഈ കഴുകൻ കുഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ശക്തി ഇങ്ങോട്ട് പുറപ്പെടുക. The wings begin to beat by itself. ഓ ഇതുവരെ ചലിക്കാതിരുന്ന ഈ ചിറക് തന്നെത്താനെ അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങി. അതുവരെ ജോർജ് സാമുവൽ ഉണ്ടല്ലോ, അനിയൻ കുഞ്ഞുണ്ടല്ലോ, ഓ ജെസിമാമ ഉണ്ടല്ലോ, എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടല്ലോ. Praise the Lord. Oh, until that time you are thinking you have somebody to lean, so and so person is there, I can lean on them. ആരൊക്കെ ഉണ്ടല്ലോ. Hallelujah. Somebody is there. ആരും ഇല്ലാത്തതിന് സ്വത്രം പറഞ്ഞേ. Thank God for nobody is there. സ്വത്രം പറയുന്നില്ല, ചിലർ കരയുന്നു. Hallelujah. Are you scared, people of God? Oh, ദൈവജനം നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണോ? ഭയമില്ലാത്ത എല്ലാവരും കൈ നോക്കിക്കേ. ഭയമില്ലാത്ത. Amen. Lift your hand if you don't ശരിക്കും ഒന്ന് കൈ know. നോക്കിക്കേ. Oh, really lift your hand up. Hallelujah. Amen. Let me tell you something, the one who has promised, Amen. ഞാൻ പറയട്ടെ, വാഗ്ദത്തം ചെയ്തവൻ he will never fail you. അവൻ നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. That is my testimony this morning for you, precious saints of ഇന്ന് God. പകൽക്കാലം നിങ്ങളുടെ പറയാനുള്ള എന്റെ സാക്ഷ്യം അതാണ്. Hallelujah. Amen. Praise God. Praise the Lord. The one who promised is faithful. Amen. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. 3 feet before you touch the ground, നിലത്ത് വീഴാൻ 3 അടി ഉള്ളപ്പോൾ your wings he will begin to energize you. ആമേൻ. നിങ്ങളുടെ സ്വന്തം ചിറകുകൾ പറക്കുവാൻ തക്കവണ്ണം ബലപ്പെടും. And then you begin to go up. ഓ എന്നിട്ട് നിങ്ങൾ മുകളിലേക്ക് പറക്കാൻ തുടങ്ങും. Mommy, see me flying high. അമ്മേ ടാറ്റ, കണ്ടോ എന്നെ കണ്ടോ, ഞാൻ പറക്കുകയാണ്. ടാറ്റ ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞില്ലെങ്കിൽ കൈ ജസ്റ്റ് അർത്ഥം ടാറ്റ. ഞാൻ പറക്കുമായിരുന്നു ഉപദേശി. ഹല്ലേലൂയ. ഉപദേശി ടാറ്റ പറയണ്ട. Praise the Lord. ആമേൻ. ഹല്ലേലൂയ. Hallelujah. Mommy, see I'm flying. ഓ അമ്മേ ഞാൻ പറക്കുന്നത് കണ്ടോ. Hallelujah. ആമേൻ. Praise God. ഹല്ലേലൂയ. കർത്താവ് പറയുന്നതിന് മുമ്പ് ആരും ടാറ്റ പറയല്ലേ. Nobody എനിക്ക് ഭയമൊന്നുമില്ല. ഈ പറക്കുന്നതിനും കർത്താവ് പറയുന്നതിന് മുമ്പ് പറന്നാൽ എന്തോ പറ്റുമെന്നറിയോ? Hallelujah. You know what will happen before the time? ആ പേടിയുണ്ട്, എന്നെ കുറിച്ചല്ല. Amen. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരോടും ഈ പറയുന്നത്. Praise the Lord. സ്വന്തം പറഞ്ഞേ. Thank you Jesus. Amen. I want to tell you, anything I have said, by the way, is not for me. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ ഒന്നും എന്നിൽ നിന്നല്ല, It is for you. നിങ്ങൾക്ക് വേണ്ടിയാണ്. Nothing will happen to me. എനിക്കൊന്നും സംഭവിക്കത്തില്ല. That's for the Lord has been faithful to us. അത്രത്തോളം ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു. Hallelujah. Amen. But there is a time. I know even the eagle, there is a time. എന്നാൽ കഴുകനും ഒരു സമയമുണ്ട്. The baby eagle begins to become an adult, mature. ഓ ഈ കഴുകന്റെ കുഞ്ഞ് പ്രായപൂർത്തിയായ ഒരു കഴുകനായി തീരേണ്ട Says, സമയം. Mommy, I love you, but I have to go. Amen. അമ്മേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എങ്കിലും എനിക്ക് പോയേ പറ്റൂ. But that is a separation of love. അത് സ്നേഹത്തിന്റെ പിരിച്ചിലാണ്. Do you know, in the church, when God raises up people and He delivers them, He releases them, you know how it is done? ഹല്ലേലൂയ. സഭയിൽ ആളുകളെ ദൈവം എഴുന്നേൽപ്പിച്ച് അവരെ വിടുവിച്ച് ദൈവം അവരെ വേർതിരിക്കുന്നത് നിങ്ങൾക്കറിയാം. You know, the whole church will bless them. സഭ മുഴുവൻ അവരെ അനുഗ്രഹിക്കും. They will go for a ministry. അവരെ ശുശ്രൂഷയ്ക്കായിട്ട് They പോകും. will say, Pastor, I think God is calling me for a ministry. Please bless me. അവർ തന്നെ ഇങ്ങോട്ട് പറയും, കർത്താവ് എന്നെ ഒരു ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുകയാണെന്ന് എനിക്കറിയാം, എന്നെ അനുഗ്രഹിച്ച് And വിടണം. the whole church will stand up and say, you know, so and so, yes, God's been called by God. Our blessings are upon them, and now it's ready to go. Even after they leave, we'll be praying for them. ആമേൻ. ഹല്ലേലൂയ. സഭ പറയും, ഇന്ന വ്യക്തിയെ കർത്താവ് സ്വതന്ത്ര ശുശ്രൂഷയ്ക്കായിട്ട് വിടുവിക്കുകയാണ്, റിലീസ് ചെയ്യുകയാണ്. നമ്മൾ ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് വിടും. പോയ ശേഷവും സഭ അവർക്ക് വേണ്ടി There is പ്രാർത്ഥിക്കും. a godly release. ദൈവികമായിട്ട് അങ്ങനെ ഒരു വേർതിരിക്കുന്ന അനുഭവമുണ്ട്. Are you understanding this, people? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Not an ungodly release. ഓ ദൈവികമല്ലാത്തതല്ല. We had to see ungodly releases in the past. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവികമല്ലാത്ത വേർതിരികൾ നമ്മൾ കണ്ടു. Because God did that. ദൈവമാണ് ചെയ്തത്. But when God wants to bless your departure, എന്നാൽ നിങ്ങളുടെ യാത്രയെയും അനുഗ്രഹിച്ചാക്കാൻ ദൈവം ആഗ്രഹിക്കുക. this the kind of things happen. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. Hallelujah. Praise God. We always left with the blessings of our pastor. ഹല്ലേലൂയ. നമ്മൾക്ക് നമ്മുടെ കഴിഞ്ഞ No, കാലങ്ങളിൽ Reena and I always, ഹല്ലേലൂയ. whenever we have been with so many New Testament churches as led by the Lord, but when it is about to leave, we went and told the pastor, the Lord is calling us to another place. Please pray for us. Please bless us. They called us in front of the entire congregation. They blessed us. They prayed for us, and we were released. And we are so blessed. ആമേൻ. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ എവിടെ പുതിയ നിയമസഭകളിലായിരുന്നു, ഇവിടെ നിന്നെല്ലാം ഞങ്ങളെ കർത്താവ് മാറ്റിയപ്പോൾ ഞങ്ങൾ പാസ്റ്ററോട് പറഞ്ഞ്
പാസ്റ്ററുടെയും സഭയുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സ്വീകരിച്ച് സന്തോഷത്തോടെ Let's come back. നമുക്ക് മടങ്ങി വരാം. We were actually talking about the eagle. നമ്മൾ കഴുകനെ പറ്റി പറയുകയാണ്. The eagle, just before it begins to fly, it was pushed by its mummy down. ഹല്ലേലൂയ. കഴുക കുഞ്ഞ് പറക്കാൻ പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ മാതാവ് അതിനെ തള്ളിയിട്ടു. It was at that time the wings began to develop. ആ സമയത്താണ് ആ കുഞ്ഞിന്റെ കഴുകൻ കുഞ്ഞിന്റെ ചിറകിന്റെ ശക്തി പ്രാപിക്കുന്നത്. Once the eagle begins to stand by itself, ഒരിക്കൽ ഈ കഴുകൻ കുഞ്ഞ് സ്വന്തമായി നിൽക്കാൻ തുടങ്ങി. can anything push it down? ആർക്കെങ്കിലും ഇതിനെ വീണ്ടും തള്ളിയിടാൻ പറ്റും? Nobody can do it. Try it. നിങ്ങൾ ശ്രമിച്ചു നോക്ക്. Hallelujah. People, we are getting ready to fly. നമ്മൾ പറക്കാൻ ഒരുങ്ങി. Thank you, Jesus. But if you want to do that in a human point of view, മാനുഷികമായി ചിന്തിക്കുമ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ there are at least 7 things I need to tell you this morning. രാവിലെ കുറഞ്ഞ 7 കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയണം. Are you ready? നിങ്ങൾ ഒരുക്കമാണോ? If you want to fly, പറക്കണമെങ്കിൽ get ready by faith. വിശ്വാസത്താൽ ഒരുങ്ങുക. At least. കുറഞ്ഞ പക്ഷം. Number 1, Benson, I'll give you the word. Find it out from that thing and put it here. Hallelujah. Apostle Paul told Timothy like this. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് ഇങ്ങനെ പറഞ്ഞു. Those who have listed themselves as soldiers must not get entangled with the affairs of the world again. That's for you and for the whole church. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു. Hallelujah. You have an eastward there or what something? Hallelujah. I'll speak to you as it comes to me in language. പടചേർത്തവനെ പ്രസാദിപ്പിക്കാൻ. Those who put you in the army. Who put you in this army, people? ആരാ നിങ്ങളെ ഈ സൈന്യത്തിൽ ചേർത്തത്? Praise the Lord. Hallelujah. He should be pleased. Hallelujah. ചേർത്തവനെയാണ് പ്രസാദിപ്പിക്കുന്നത്. You want to പറക്കണോ? You want to fly? Hallelujah. Thank you. Number 1, please the one who called you. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങളെ പടയിൽ ചേർത്തവനെ പ്രസാദിപ്പിക്കുക. Thank you, Jesus. Please him. അവനെ പ്രസാദിപ്പിക്കുക. In every decision of our life, please him. ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളിലും അവനെ പ്രസാദിപ്പിക്കുക. I've taken a decision. തീരുമാനങ്ങൾ നമ്മൾ It's a good decision. നല്ല തീരുമാനമാണ്. It's according to my conscience. എൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ചാണ്. People of God, those who are coming to Revival Church this morning, precious saints, let me tell you, all of you, ask God this question. Lord, everything seems to be okay, but are you pleased with my decision? റിവൈവൽ സഭയിൽ വരുന്ന വിശുദ്ധന്മാരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ കർത്താവിനോട് ചോദിക്കുക, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കർത്താവേ, എൻ്റെ മനസാക്ഷിയുടെ ഹിതപ്രകാരം ഇത് നല്ലതാണ്, എന്നാൽ ഇത് അങ്ങേക്ക് പ്രസാദമാണോ? Sometimes you will be surprised. ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. God may say, that is not my decision, my child. Your decision is good, but it is not my decision. ചിലപ്പോൾ കർത്താവ് പറയും, കുഞ്ഞേ, നിന്റെ തീരുമാനം നല്ലതാണ്, പക്ഷേ ഇതല്ല എൻ്റെ തീരുമാനം. Hallelujah. I want to explain that. How many of you want that explained? എത്ര പേർക്ക് വിശദീകരണം ആവശ്യമാണ്? Lord, I have taken the right decision, കർത്താവേ, ഞാൻ ശരിയായ തീരുമാനം എടുത്തു, but I want to know if it is your decision. എന്നാൽ അങ്ങയുടേതാണോ ഈ തീരുമാനം? Romans 10:3 and 4. റോമാലേഖനം 10:3-4. Again, Apostle Paul, അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നു. he is saying it like this. അദ്ദേഹം ഇങ്ങനെ പറയുക, I know the Jewish people. എനിക്ക് എൻ്റെ യഹൂദന്മാരായ സഹോദരന്മാരെ അറിയാം. I bear a testimony that they have a zeal. അവർ ദൈവത്തെ പറ്റി എരിവുള്ളവരാണെന്ന് എനിക്കറിയാം. But they have a problem. നല്ലൊരു പ്രശ്നമുണ്ട്. Their zeal is not according to knowledge. എന്നാൽ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള എരിവല്ല അത്. 10 minutes ago I said, if you just want some church, some good church, there are so many churches here. 10 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഭ വേണമെങ്കിൽ ഇവിടെ ഒത്തിരി നല്ല സഭകളുണ്ട്. But I tell you, what is the particularity of our church? ഞാൻ പറഞ്ഞു, ഈ സഭയുടെ പ്രത്യേകത എന്താണ്? We are interested in pleasing him. ഹല്ലേലൂയ. നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കർത്താവിനെ പ്രസാദിപ്പിക്കുക. We don't care if so and so said something like that and so said something like that, and they give us 5 marks and that church gave us 2 marks and that group of people called us bad. These things don't bother us. ഹല്ലേലൂയ. പലരും നമ്മളെ പറ്റി പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ 5 മാർക്ക് തന്നു, 10 മാർക്ക് പറഞ്ഞു. ഇതിലൊന്നും നമുക്ക് യാതൊരു താല്പര്യമില്ല. Lord, how many marks do I have today? കർത്താവേ, അങ്ങ് എനിക്ക് എത്ര മാർക്കാണ് ഇടുന്നത്? Are you happy with me? എന്നെ പറ്റി അങ്ങ് സന്തുഷ്ടനാണോ? Are you happy with the decision I took? ഞാൻ എടുത്ത തീരുമാനത്തിൽ അങ്ങ് സന്തുഷ്ടനാണോ? This is the yes, I'm pleased with you. ഹല്ലേലൂയ. അതേ മോനെ, ഞാൻ നിന്നോട് തൃപ്തനാണെന്ന് ദൈവം പറഞ്ഞു. How many people want to hear that? എത്ര പേർക്ക് അത് കേൾക്കണം? Lord, I'm pleased. Lord, are you pleased with me? കർത്താവേ, അങ്ങ് എന്നിൽ സന്തുഷ്ടനാണോ? കർത്താവ് പ്രസാദിച്ച പിന്നെ നമ്മുടെ അവസ്ഥ എന്നറിയോ? Oh, hallelujah. Children of God, once he is pleased, you know what is your situation. We love all our children. കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു.
But when they obey, whenever they obey, we have a special liking, a special ishtam for them. എന്നാൽ ഓരോ തവണയും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് അനുസരിക്കുമ്പോൾ ഒരു പ്രത്യേക താല്പര്യം നമുക്ക് അവരോടുണ്ടാവും. I have 2 nieces. എനിക്ക് 2 നീസ് ഉണ്ട്. Their names are Hannah and Shana. അവരുടെ പേര് ഹാന ഷാന. Very mischievous nieces. അവർ വളരെ കുസൃതിയുള്ള കുഞ്ഞുങ്ങളാണ്. But sometimes they decide to be good. ചിലപ്പോൾ അവർ നല്ലവരായിട്ട്. Even I visit them, they are so good to me. ഹല്ലേലൂയ. അവരെ വിസിറ്റ് ചെയ്യുമ്പോൾ അവർ നല്ലതായിട്ട് പെരുമാറും. And one behaves in a little rude way, the other behaves very sweetly. ഒരു കുഞ്ഞ് വളരെ മധുരമായി ഇടപെടും, മറ്റൊരു കുഞ്ഞ് അല്പം അല്ലാതെ ഇടപെടും. Who do you like to be with? ആരുടെ കൂടെ ഇരിക്കാൻ? That is simple human logic. മാനുഷികമായിട്ടുള്ള തത്വപ്രകാരം. Same way. അതുപോലെ Are you listening, people of God? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? God loves all his children. തന്റെ കുഞ്ഞുങ്ങളെ എല്ലാ ദൈവം സ്നേഹിക്കുന്നു. But his pleasure is for those who please him. ഹല്ലേലൂയ. എന്നാൽ തന്നെ പ്രസാദിപ്പിക്കുന്നവരുടെ കൂടെ ഇരിക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. Hallelujah. പറക്കാൻ പോവാ. You're going to fly. പറക്കണമെങ്കിൽ ഇത് വേണം. Man, we need this to fly. അതായി പറയുന്നേ. Hallelujah. Hallelujah. Don't please him, please him, please him. ദയവായി അവനെ പ്രസാദിപ്പിക്കുക. Every decision you take. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും. Shall I tell you an offhand quick thing which I did today? ഞാൻ പെട്ടെന്ന് ചെയ്തൊരു കാര്യം പറയട്ടെ. The power of God was here today in the ministry. ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യം I ശക്തമായിട്ടുണ്ടായിരുന്നു. could sense the power and the anointing on many of you. നിങ്ങളിൽ പലരുടെ പേരിലും അഭിഷേകവും ദൈവശക്തിയും ഞാൻ കണ്ടു. And as usual, I can come and put my hand on your shoulders or your head. That's okay. അല്ലല്ലേ, സാധാരണ പോലെ വന്ന് നിങ്ങളുടെ തോളിന്മേൽ കല്ലേക്ക് തലയിൽ കൈവെക്കാൻ. Somebody sit. Just help me like this. Hold on. ഒരാള് I want to touch them. ഹല്ലേലൂയ. മോനെ നീ അല്ല, ഞാൻ അവരെ തൊടാം. Did you know that? നിങ്ങൾക്ക് അറിയാമോ? ഹല്ലേലൂയ. I said, yes, Lord. You know, I had taken a step like this. Then I took back. And you were all praying. You didn't see that. ആമേൻ. ഞാൻ മുന്നോട്ട് വരാൻ ഒരു സ്റ്റെപ്പ് എടുത്തതാ. I'm more interested in pleasing him. ആമേൻ. എനിക്ക് അധികം ഇഷ്ടം അവനെ പ്രസാദിപ്പിക്കുന്നു. People, about you. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തീരുമാനം എങ്ങനെയാ? In every decision. നമ്മുടെ ഓരോ തീരുമാനങ്ങൾ. Now I'm going to say something which you have to say yes to for your good. നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ യേശു എന്ന് പറയേണ്ടതാണ്. ഞാൻ ഈ അടുത്ത് പറയാൻ പോകുന്നു. Do not try to please a man. ഒരിക്കലും ഒരു മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കരുത്. He may be a good pastor. അദ്ദേഹം നല്ല പാസ്റ്റർ He ആയിരിക്കും. may be an anointed man of God. വളരെ അഭിഷക്തനായിരിക്കും. And he may have done me only good. എനിക്ക് നന്മ മാത്രം ചെയ്തവനായിരിക്കാം. But if you continue to please a pastor, എന്നാൽ തുടർന്ന് നിങ്ങൾ ഒരു പാസ്റ്ററെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നാൽ, you know who will be hurt? നിങ്ങൾക്ക് അറിയാമോ ആർക്കാ മുറിവ്? Who will be hurt? I said, why are you attaching yourself so much to a man? കർത്താവ് പറയും, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളൊരു മനുഷ്യനുമായി നിങ്ങളെ തന്നെ ബന്ധപ്പെടുത്തുന്നത്? What is man? He is just a breath. എന്താണ് മനുഷ്യൻ? ഒരു ശ്വാസം മാത്രം. And that breath is given to him by me. ഞാനാണ് അവന് ഈ ശ്വാസം കൊടുത്തത്. The minute I take it back, he comes back to me. ഹല്ലേലൂയ. ഞാൻ ഈ ശ്വാസം എടുക്കുമ്പോൾ അവന്റെ ജീവൻ നഷ്ടപ്പെടും. But I will forever and ever and ever and ever and ever will be breathing life into you. എന്നാൽ ഞാൻ നിന്റെ എന്നേക്കും നിത്യമായി നിന്റെ മേൽ ജീവന്റെ ശ്വാസം ഊതിക്കൊണ്ടേയിരിക്കുന്നവനാണ്. What a God we serve. ഓ, എത്ര വലിയവനാണ് നമ്മുടെ ദൈവം. David was a God pleaser. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു ദാവീദ്. And Saul was a man pleaser. ഹല്ലേലൂയ. സൗൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു. Be a David, do not be a Saul, people of God. ദയവായി സൗലാകാതെ ദാവീദാകുക ദൈവജനമേ. We must be submissive and humble to men of God. I agree. ദൈവദാസന്മാർക്ക് നമ്മൾ കീഴ്പ്പെടണം, അവർക്ക് വിധേയപ്പെടണം. But let Jesus himself be the object of your pleasing. എന്നാൽ നിങ്ങൾ ആരെ പ്രസാദിപ്പിക്കുമെന്നുള്ളത് യേശു മാത്രം അതിന്റെ കേന്ദ്രബിന്ദുവായിരിക്കട്ടെ. And I want to look into this again. ഞാൻ വീണ്ടും ഈ വചനം ശ്രദ്ധിക്കുക. Some of you are telling me this kind of life is only for pastors, only for very spiritual people. ഹല്ലേലൂയ. നിങ്ങൾ ചിലർ പറയും, ഈ പറഞ്ഞ വാക്യപ്രകാരമുള്ള ജീവിതം വളരെ അതിപരിശുദ്ധന്മാർക്ക് അല്ലെങ്കിൽ അത്ര ആത്മീയന്മാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. The Bible tells me no man that has been chosen. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, പടച്ചേർത്തവനെ പ്രസാദിപ്പിക്കാനാണ്. No. ഏതൊരു മനുഷ്യൻ, Any person who has been called into the kingdom of God. ദൈവരാജ്യത്തിലേക്ക് ചേർക്കപ്പെട്ട ഏത് മനുഷ്യനും. Now here he says about a soldier. ഇവിടെ ഒരു പടയാളിയെ പറ്റിയാണ് പറയുന്നത്. Amen. How many soldiers are here? എത്ര പടയാളികൾ ഇവിടെ ഉണ്ട്? Are you sure? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? 100%. 100% ഉറപ്പുണ്ടോ? 50, at least 50%. 50% ഉറപ്പുണ്ട്. This is not a good thing. You know what this sign is? ഇതൊരു നല്ല സൈൻ അല്ല, അടയാളമല്ല. You know what this sign is? നിങ്ങൾക്ക് അറിയാമല്ലോ ഈ സൈൻ. You don't want that sign. That is ഈ 50%. സൈൻ നമുക്ക് വേണ്ട. ആമേൻ. Hallelujah. Thank you Jesus. During the time of Elijah,
ഏലിയാവിന്റെ സമയത്ത് Elijah asked the Lord, do you know who God is? ഏലിയ അവരോട് ചോദിച്ചു, ദൈവം ആരാ നിങ്ങൾക്ക് അറിയാമോ? If you think his God is God, worship him. നിങ്ങൾ Jehovah Devamana. If you know Jehovah is God, യഹോവയാണ് ദൈവമെങ്കിൽ യഹോവയെ ആരാധിക്കും. if you think Baal is God, go and worship him. ബാലാണ് ദൈവമെങ്കിൽ അവനെ പോയി ആരാധിക്കും. Make up your mind. നിങ്ങളുടെ തീരുമാനം ഉറപ്പിക്കുക. സ്തോത്രം. People, Thank you Jesus. no. Hallelujah. Amen. 50-50, no. 50% നടക്കത്തില്ല. Jesus comes, you 50% of you will be in the, God forbid, 50% is in the film theater and 50% is in church. Amen. യേശു കർത്താവ് വരുമ്പോൾ നിങ്ങളുടെ 50% ഒരു ഫിലിം തിയേറ്ററിലും 50% ക്രിസ്തുവിലുമാണെങ്കിൽ സഭയിലുമാണെങ്കിൽ No. പറ്റത്തില്ല. സ്തോത്രം. Thank you Jesus. Praise the Lord. Hallelujah. Pastor, വെല്ലപ്പോഴെങ്കിലും once in a while വെല്ലപ്പോഴും ഒരു സിനിമ കണ്ടോട്ടെ. Pastor, can't I see a movie once in a while? ഒരു സന്തോഷത്തിന്. Just for a ഹല്ലേലൂയ. ആർക്കണ്ടൊക്കെ വിട്ടുകൊള്ളുന്നുണ്ട്. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. Hallelujah. മോനെ അതുവഴി പോകല്ലേ. Oh my child, please do not go that way. Pastor, are you so old fashioned? Oh pastor, you old fashioned. പഴയ മനുഷ്യനാ. പഴയ വലിയപ്പച്ചമാരൊക്കെ പറയുന്നുണ്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് ചെയ്യരുത്. Hallelujah. ഒരുപാട് ചെയ്തേച്ച് നിലവാരത്തിൽ വന്നതാ. അതുകൊണ്ടാ പറയുന്നത് പോകരുതേ. I have been in that way a long time. Then only I came to this way. ചില ബാഗേജ് ഒക്കെ എടുത്ത് കളയാൻ ഒരുപാട് കരഞ്ഞ് നിലവിളിച്ചതാ. വേണ്ട. Oh, it was very hard to take away and some baggage. പട ചേർത്തവനെ പ്രസാദിപ്പിക്കണം. Oh, hallelujah. You have to please the one who called you. Try to please the one who called you. നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ പ്രസാദിപ്പിക്കുക. Whatever you think is a pain will become a blessing. എന്താണ് നിങ്ങൾ വേദന എന്ന് ചിന്തിക്കുന്നു അത് തന്നെ ഒരു അനുഗ്രഹമാണ്. Whatever sacrifice you make to live with Jesus is nothing compared to the sacrifice on the cross. യേശുവിനോട് കൂടെ ജീവിക്കുവാൻ നിങ്ങൾ എടുക്കുന്ന ഏത് ത്യാഗവും ക്രൂശിലെ ത്യാഗത്തോളം വലുതല്ല. You want to fly high? നിനക്ക് ഉയരെ പറക്കണമോ? Try please God. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക. I tell you church, maybe other church members and other Christians can do a lot of things. That doesn't concern me. I want you to take a stand today. പ്രിയപ്പെട്ടവരെ, മറ്റു സഭകളും മറ്റു ചർച്ച് മെമ്പേഴ്സും ഒക്കെ പലതും ചെയ്യാൻ പറ്റും. എനിക്കത് ചെയ്യണ്ട. ഞാൻ വേറെ It is not my job. അതെന്റെ ജോലിയല്ല. Lot of people, some people come and tell me, why is that pastor teaching like this? Why is that pastor ministering like that? I don't know. It doesn't bother me and I don't care. ചിലർ വന്ന് ചോദിക്കും, എന്തുകൊണ്ടാണ് ആ പാസ്റ്റർ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? പാസ്റ്റർ എന്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എനിക്കറിയത്തില്ല. My job is to please the one who called me. എന്റെ ഏക ലക്ഷ്യം എന്നെ വിളിച്ചവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത്. Hello. ആമേൻ. Thank you Lord. When you take a wholehearted step with God, അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ is in your home. അതേ ആത്മാവ് നിങ്ങളുടെ ഭവനത്തിലുമുണ്ട്. You know what was particular about Abraham? അബ്രഹാമിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? God said, I am pleased with Abraham. അബ്രഹാമിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. Because he and his household obeys me. അബ്രഹാമും തന്റെ ഭവനവും എന്നെ അനുസരിക്കുന്നു. Wholeheartedness gets transferred into the next generation. ആമേൻ. പൂർണ്ണ ഹൃദയം നമുക്ക് ഉണ്ടെങ്കിൽ, ദൈവവിഷയത്തിൽ പൂർണ്ണ ഹൃദയം ഉണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്കും പകരപ്പെടും. Praise the Lord. Thank you Jesus. Praise God. Hallelujah. I'm talking about the issues of the heart. ഹൃദയത്തിന്റെ വിഷയങ്ങളാണ് പറയുന്നത്. Hallelujah. ആമേൻ. Yes, I look at my children sometimes എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ചിലപ്പോൾ നോക്കും. and I see that they have tendencies of backsliding. അവർക്ക് പിന്മാറാനുള്ള സാധ്യതകൾ ഞാൻ കാണുമ്പോൾ, You know what I do? ഞാൻ എന്താ ചെയ്യുന്നത്? I say, Lord, പറയും, കർത്താവേ, where did I go wrong? ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ പരിശോധിക്കും. കർത്താവേ, ഞാൻ എവിടെയാണ് എന്നിൽ കുഴപ്പമുണ്ട്? I don't immediately catch hold of them and punish them and all that. No. അവരുടെ കുറ്റം കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കുകയല്ല So ചെയ്യുന്നത്. Lord, I have moved away from the devotion which I have for you. കർത്താവേ, നിന്നിൽ എന്റെ ശ്രദ്ധ എവിടെയോ മാറിയിട്ടുണ്ട്. Lord, bring me back. എന്നെ തിരിച്ചു കൊണ്ടുവരണേ കർത്താവേ. Yes, when I am okay, my kids will follow. ആമേൻ. എനിക്ക് കുഴപ്പമില്ലാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ സാവധാനം എന്നെ അനുകരിച്ചോളൂ. Hallelujah. People, സ്തോത്രം. did I say something that I shouldn't say? പറയരുതാതെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? Am I not right? Think about it. പറഞ്ഞത് ശരിയല്ലേ? ചിന്തിച്ചു നോക്കുക. Hallelujah. Praise God. Hallelujah. I'm telling you the truth. ഞാൻ സത്യം പറയുക. Do you believe that your entire household is under your authority? നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ കുടുംബം മുഴുവൻ നിങ്ങളുടെ അധികാരത്തിന് കീഴിലാണ്? How many people believe that? എത്ര പേര് അത് വിശ്വസിക്കുന്നു? ആമേൻ. Maybe you are the born again person in the house. ഒരുപക്ഷേ നിങ്ങൾ മാത്രമായിരിക്കും വീട്ടിൽ വീണ്ടും ജനിച്ച. Maybe your spouse is still not come to the Lord. ഒരുപക്ഷേ നിങ്ങളുടെ ഭർത്താവ് ഭാര്യ ഇപ്പോഴും ക്രിസ്തുവിൽ Let me വന്നിട്ടില്ലായിരിക്കും. tell you a secret. രഹസ്യം പറയാം. You are enough in your house. നീ
നീ മാത്രം മതി നിന്റെ വീട്ടിൽ. With God, you are a majority. ആമേൻ. ദൈവം നിന്നോട് കൂടെ ഉള്ളപ്പോൾ നീ ഒരു ഭൂരിപക്ഷമാണ് ആ ഭവനത്തിൽ. Thank you, Jesus. Hallelujah. Somebody doesn't like this message. ഈ സന്ദേശം ഇഷ്ടപ്പെടാത്ത ചിലരുണ്ട്. I'm going to ask him to get out now. ഞാൻ അവനോട് ഇവിടുന്ന് ഇറങ്ങിപ്പോൻ പറയാൻ പോയി. He has no business in this church. അവനെ ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല. There's only one person who has authority in this church. ഈ സഭയിൽ ഒരു വ്യക്തിക്ക് മാത്രമേ അധികാരമുള്ളൂ. His name is Jesus. ആ വ്യക്തിയുടെ പേര് യേശു കർത്താവ് എന്നാണ്. Hallelujah. ആമേൻ. Hallelujah. Hallelujah. Thank you, Jesus. I'm telling you again. ഞാൻ വീണ്ടും പറയുക. Many servants of God had their children going astray. I took the cane and gave myself a big beating. Hallelujah. In front of my children. I had that scar on my leg for 3-4 months or 3-4 weeks. I don't remember. Thank you. She was 3-4 മാസക്കാലം ആ അടിയുടെ പാട് എൻ്റെ കാലിൽ. You know why I did it? Wake up, people. Wake up, wake up. ഓ ദൈവജനമേ ഉണരുക. Number one, I wanted to see my children, what the cross truly is. ഒന്നാമത് ക്രൂശ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്ന് കുഞ്ഞുങ്ങളെ Where I should have been punished, he was punished. ഞാൻ ശിക്ഷിക്കപ്പെടേണ്ട ഇടത്ത് അവൻ എനിക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ടു. All the beating that should have come on me, it came upon him. എൻ്റെ മേൽ വരേണ്ടിയിരുന്ന അടികൾ എൻ്റെ കർത്താവിന്റെ മേൽ വീണു. My Jesus was perfected. എൻ്റെ യേശു പൂർണ്ണനായി. Just looking at that, agreeing to that, saying yes to that, obeying that, takes away my punishment before God. ആ യേശുവിന്റെ ശുശ്രൂഷയിൽ വിശ്വസിക്കുകയും അതിനോട് യോജിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ശിക്ഷകൾ എന്നെ വിട്ട് മാറിപ്പോകും. All the punishment of God that should have come upon me was taken on the cross, taken away on the cross. എൻ്റെ മേൽ വരേണ്ടിയിരുന്ന ദൈവക്രോധത്തിന്റെ സകല ശിക്ഷകളും ദൈവപുത്രന്റെ മേൽ വീണതുകൊണ്ട് ഞാൻ ശിക്ഷയിൽ നിന്ന് വിമുക്തനാണ്. My children have never disobeyed in that area after that. ആ രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നീട് ഒരിക്കലും അനുസരണക്കേട് കാണിച്ചിട്ടില്ല. Praise the Lord. The reason why I beat myself was not because I was perfect. ഞാൻ പരിപൂർണ്ണനായതുകൊണ്ടല്ല എന്നെ തന്നെ ഞാൻ അടിച്ചത്. I had to remind myself something. My children are not wholehearted because I need to be wholehearted before God. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ അല്ലാതിരുന്ന ചില കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞ് ഞാൻ അതിൽ പൂർണ്ണ ഹൃദയം ഉള്ളവനാകുവാനാണ് അങ്ങനെ ചെയ്തത്. People, are you receiving this? മനസ്സിലാവുന്നുണ്ടോ? You know, my life, God has shaped me up like this. That is why God makes me to preach like this. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ എന്നെ പണിഞ്ഞെടുത്തു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്നു. My God, because He loves me, He shows me areas where I need to be corrected. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരുത്തൽ ആവശ്യമുള്ള ഭാഗങ്ങളെ കർത്താവ് കാണിച്ചു തന്നു. When I see that, I said, Lord, I acknowledge. ഞാനത് മനസ്സിലാക്കുമ്പോൾ കർത്താവേ ഞാനത് മനസ്സിലാക്കുന്നു എന്ന് ദൈവത്തിന്റെ സമ്മതം. If my children disobey me, I go back and say, I said, Lord, I have disappointed my father when I was young. I have hurt him so many times. I have humiliated him. I have insulted him. I don't deserve anything better. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ പിതാവിനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ അരുതാത്ത രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഓർക്കാറ്. In the natural realm, സ്വാഭാവിക തലത്തിൽ what right do I have to expect my children to obey me? അങ്ങനെ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ അനുസരിക്കണമെന്ന് ഞാൻ ശഠിക്കുവാൻ എന്ത് അർഹതയാണ് എനിക്ക്? When I was young, that is what I sowed. ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഇതാ ഞാൻ വിതച്ചു. The Bible says, what you sow, you will. ദൈവവചനം പറയുന്നു, നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. In a family, maybe the husband is okay, the wife may not be, or the wife is okay, but the husband may not be. Children are not just the wives or the husbands. Children both belong to both. ഒരു വീട്ടിൽ ഭർത്താവ് ഒരുപക്ഷെ നല്ല സ്വഭാവമായിരിക്കും, ഭാര്യ അല്ലായിരിക്കും. ഒരുപക്ഷെ തിരിച്ചായിരിക്കും, ഭാര്യ നല്ല സ്വഭാവമായിരിക്കും, ഭർത്താവ് അല്ലായിരിക്കും. എങ്ങനെയാണെങ്കിലും കുഞ്ഞുങ്ങൾ ഭർത്താവിൻ്റെ രണ്ടുപേരുടെ കൂടെ പൊതുവായിട്ടുള്ള വസ്തുവാണ് കുഞ്ഞുങ്ങൾ. But there is a solution. അവിടെ ഒരു പരിഹാരമുണ്ട്. There is a solution. അവിടെ ഒരു പരിഹാരമുണ്ട്. Please wake up. ദയവായി ഉണരുക. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. The solution ഒരു പരിഹാരം, ആമേൻ, is on the cross. ഹല്ലേലൂയ. അത് കാൽവരി ക്രൂശിലാണ്. He simply says, my child, I will not lay up those things you did before. കർത്താവ് പറയുന്നു, എൻ്റെ കുഞ്ഞെ, നീ ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കുകയില്ല. Only thing you need to do, ഒരു കാര്യം മാത്രം നീ ചെയ്താൽ മതി. come before me wholeheartedly. പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കൽ അടുത്ത് വന്നാൽ മതി. You know, this message is coming to the church. I know many of you, this is speaking to your hearts.
ഈ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് തരുന്ന വചനമാണ്. എനിക്കറിയാം നിങ്ങളുടെ ഹൃദയങ്ങളോട് ഈ വചനം സംസാരിക്കുന്നു. Wholehearted pleasing of God. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. Not what your husband says or your wife says or your children says, what God says. നിങ്ങളുടെ ഭർത്താവ് പറയുന്നതല്ല, ഭാര്യ പറയുന്നതല്ല, കുഞ്ഞുങ്ങൾ പറയുന്നതല്ല, കർത്താവ് പറയുന്നത് ചെയ്യും. There are many people here in this church who are single in their family who come to this church. ഏകരായി ആരാധനയ്ക്കായി ഇവിടെ കടന്നു വരുന്ന അനേകരി They are holding on in tears and faith. അവരെ വിശ്വാസത്തിൽ, അവർ കണ്ണുനീരോടുകൂടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക. Why do they do that? എന്തുകൊണ്ടാണ് അവരെ ചെയ്യുന്നത്? Because they have known the truth. കാരണം ആ സത്യം അവർ മനസ്സിലാക്കി. And it is desire the whole family to know the truth. അവർ അറിഞ്ഞ സത്യം കുടുംബം മുഴുവൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. They are paying a price. അതിനായിട്ട് അവർ വില കൊടുക്കുക. But when you pay a price, remember, don't stop in between. ഇവിടെ നിങ്ങൾ വില കൊടുക്കുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾ നിർത്തിക്കളയരുത്. We have only started. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. That God cure our half-heartedness. ഹല്ലേലൂയ. നമ്മുടെ പകുതി ഹൃദയം, ആ അവസ്ഥ, പൂർണ്ണ ഹൃദയം ഇല്ലാത്ത അവസ്ഥയെ കർത്താവ് സൗഖ്യമാക്കട്ടെ. People, are you ready for a ministry? നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുക. Some of you are saying, Pastor, we don't see any unwholeheartedness in us. We are not half-hearted. നമ്മൾ ജബാലിൽ പറയും, പാസ്റ്ററെ, ഞങ്ങൾ എല്ലാവരും പൂർണ്ണ ഹൃദയമുള്ളവരാ, അരഹൃദയം ഞങ്ങൾ കാണുന്നില്ല. That is what you think. അത് നമ്മുടെ ചിന്തയാണ്. You know what Jeremiah 17 says? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം എന്താണ് പറയുന്നത്? Verses 5. അതിന്റെ 5-ാം വാക്യം. The heart is wicked above anything else. ഹല്ലേലൂയ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. Hallelujah. ആമേൻ. Praise the Lord. And you are telling me that in our heart we are wholehearted? ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ നമ്മൾ പറയുകയാണോ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? The fruit of our life and our labor are right in front of us. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തിയുടെ ഫലം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെയാണ്. When we see that, കാണുമ്പോൾ, if I am you, ഞാൻ നിങ്ങളാണെങ്കിൽ, I will see that is an area where God is trying to tell me something. ഞാൻ ഇങ്ങനെ തിരിച്ചറിയും, ഈ ഭാഗത്തൂടെ കർത്താവിനോട് ചില കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കും. Whenever I have a defeat, a drawback somewhere in my life, എന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു പരാജയമോ ഒരു കുറവോ ഉണ്ടായാൽ, immediately I go to God. പെട്ടെന്ന് ഞാൻ ദൈവത്തിലേക്ക്, Lord, why did you allow that defeat? കർത്താവേ, ആ പരാജയം എന്തുകൊണ്ടാണ് അങ്ങനെ? Why did you allow it? കർത്താവ് എന്തുകൊണ്ടാണ് അത് അനുവദിച്ചത്? Because the Bible says, I will make you to be victorious always. കാരണം ദൈവവചനം പറയുന്നു, ഞാൻ നിന്നെ എല്ലാ കാലത്തും ജയാളിയാക്കി നിർത്തും. Hallelujah. I had an experience some time ago. ചില നാളുകൾക്ക് മുമ്പ് എനിക്കൊരു The അനുഭവം. Bible says very clearly, He will not let your foot slip. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, ഞാൻ നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല. But one day I was washing my car and my legs slipped and I fell. ഹല്ലേലൂയ. ഒരു ദിവസം കാർ കഴുകി കൊണ്ടുവന്നപ്പോൾ കാൽ വഴുതി ഞാൻ താഴെ വീണു. എൻ്റെ പാസ്റ്റർ ഇത്ര മണ്ടനായി പോയി. Pastor, why you are telling to start? ഈ വചനം എന്തെങ്കിലുമൊക്കെ പറയും, ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് പാസ്റ്റർ. ഹല്ലേലൂയ. വചനം പറഞ്ഞാ പോരെ? അല്ലല്ല, ഈ വചനം എന്തെങ്കിലുമൊക്കെ പറയും. ഹല്ലേലൂയ. പാസ്റ്റർ ഇതൊക്കെ അങ്ങ് അക്ഷരത്തിൽ വിശ്വസിക്കുന്നു. Oh, Pastor, why you are literally taking this word like this? ആത്മാവിൽ വിശ്വസിച്ചാ പോരെ? Amen. You have to just. Can you not believe it in the spirit only? ആത്മാവിൽ മാത്രം വിശ്വസിച്ചാ പോരെ? ആത്മാ വിശ്വസിച്ചവരൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, പുക പോലെ ഇങ്ങനെ പോകുന്നു. Hallelujah. Amen. I have seen such people, they were just vanished like. I take the word of God seriously, people. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം നിങ്ങൾ So when I asked God, അല്ലെങ്കിൽ ദൈവത്തോട് I ചോദിച്ചു, said, Lord, why did you let my foot slip? ഞാൻ കർത്താവേ, എന്റെ കാൽ വഴുതാൻ കാരണമായത് എന്താണ്? Surprise. എനിക്ക് കാലിൽ അത്ഭുതമുണ്ടായി. There was a lesson and a revelation for me. എനിക്ക് അവിടെ ഒരു വെളിപ്പാടും ഒരു പാഠവും ഉണ്ടായിരുന്നു. Whenever there is a drawback in life, ജീവിതത്തിൽ ഒരു പരാജയം വരും, I run to my heavenly Father and say, Lord, why is it happening against the word? കർത്താവേ, ദൈവവചനത്തിന് വിരുദ്ധമായി എന്റെ ജീവിതത്തിൽ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു? You have promised me a blessing. അങ്ങ് എനിക്ക് അനുഗ്രഹമാണല്ലോ വാഗ്ദാനം. You have promised me deliverance. അങ്ങ് എനിക്ക് വിടുതലാണല്ലോ You വാഗ്ദാനം. promised me a release in 2012. 2012 അങ്ങ് എനിക്ക് വിടുതൽ. Why, Lord, why? എന്തുകൊണ്ടാണ് നടക്കാത്ത കർത്താവേ? The Lord will have so many things to tell. പറയാൻ ഒത്തിരി കാര്യം കർത്താവിനുണ്ടാകും. Are you listening, people of God? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? You know what the Pharisees think? പരീശന്മാരെന്താ ചിന്തിക്കുന്നത്? They are always okay. അവർക്ക് തെറ്റ് പറ്റത്തില്ല. Everybody else is wrong. മറ്റുള്ളവരെല്ലാം തെറ്റുകാരാണ്. Nobody else is right. ആരും ശരിയല്ല. I am always right. ഞാൻ എപ്പോഴും ശരിയാണ്. I can never make a mistake. എനിക്ക് അബദ്ധം പറ്റത്തില്ല. Caiaphas and Annas crucified Jesus. അന്നാവും കയ്യാഫവും യേശുവിനെ ക്രൂശിച്ചു. They were right. അവർ ശരിയായിരുന്നു. But today I don't know where they are. എന്നാൽ ഇന്ന് അവരെവിടാന്ന് അറിയത്തില്ല. But I hope they are not in hell. അവർ നരകത്തിലായിരിക്കരുതെന്ന് If they were not born again, അവർ വീണ്ടും ജനിച്ചല്ലെങ്കിൽ they would definitely be in hell today. അവർ നരകത്തിലായിരിക്കും. They had the authority and the power. They put Jesus on the cross. യേശുവിനെ ക്രൂശിലേറ്റുവാൻ അവർക്ക് അധികാരവും പദവിയും ഉണ്ടായിരുന്നു. He spoke the truth.
യേശു സത്യം പറഞ്ഞു. They rejected it. അവരെന്നെ തള്ളിക്കളഞ്ഞു. I'm speaking the truth to you today. നിങ്ങളോട് ഞാൻ സത്യം പറയുക. Will you accept it or receive it? നിങ്ങൾ സ്വീകരിക്കുന്നുവോ തള്ളിക്കളയുന്നുവോ? Lord, if I see something that is not according to the scriptures happening in my life, in the life of my spouse, in the life of my children, Lord, speak to me. കർത്താവേ, തിരുവചന പ്രകാരം അല്ലാത്ത എന്തെങ്കിലും എന്നിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ, എൻ്റെ ഭർത്താവിൽ, ഭാര്യയിൽ കാണുന്നെങ്കിൽ അതെന്നെ കാണിച്ചു തരണമേ. ഞാൻ എന്തെങ്കിലും പാപമായിട്ട് പറഞ്ഞ പൊറുക്കണം. പറക്കാൻ വേണ്ടി പറഞ്ഞു തരുമോ? This is a secret to fly. God will speak to you. ദൈവം നിങ്ങളോട് സംസാരിക്കും. Let me stop with this. Hallelujah. എല്ലാവരും സങ്കടത്തിലാ. ദിനാ ഇങ്ങനെ കരയുന്നു. Are you sure, Pastor? I'm asking you. ഞാനോട് ചോദിക്കാം. ആണോ പാസ്റ്ററെ? അതല്ല, ആണോ വേണ്ട? അല്ല ഞാൻ ചോദിക്കുക. ബലപ്പെട്ട ശക്തിപ്പെട്ട യേശുവിന്റെ നാമത്തിൽ തലയാകും, ദിവാലാകത്തില്ല. ഹല്ലേലൂയ. Praise the Lord. ഇതെല്ലാം കേട്ടും പുറകോട്ട് പോയിട്ടും Hallelujah. I don't want that for this church. Praise the പ്രിയപ്പെട്ടവരെ, അതല്ല നമ്മുടെ അനുഭവ സഭ. It is my vision, it is my passion. 24/7 every member of this church will be on fire for Jesus. Hallelujah. എൻ്റെ ആഗ്രഹം ഇതാണ്, എൻ്റെ പ്രാർത്ഥന ഇതാണ്. 24 മണിക്കൂറും ഈ സഭയിലെ ഓരോ കുഞ്ഞുങ്ങളും കർത്താവിന് വേണ്ടി കത്തിക്കൊണ്ടിരിക്കുന്നവരാകും. I want this church and the family members to be on fire for Jesus every day. ഈ സഭയിലുള്ള ഓരോ കുഞ്ഞുങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും കർത്താവിന് വേണ്ടി എപ്പോഴും കത്തുന്നവരാകും. ഏലിയാവേ, നീ ഒറ്റയ്ക്കാണ് നിന്റെ വീട്ടിൽ മുട്ടുകുത്തുന്നത്. സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഓർത്ത് വേണം നീ മുട്ടുകുത്താൻ. Elijah, you are bowing down before me as a single person in your house, but you have to understand the whole heaven is bowing down. Somebody shout an amen. Amen. There are so many testimonies in this church. I know a precious sister who wanted to be baptized when she was in the Gulf. She waited. She waited. Today her husband is also in the church. Somebody shout an amen. Hallelujah. Ways of righteousness, people. Hallelujah. God first prepared Elijah. Then he brought the entire nation under God. You are one sample from your family because God has chosen you. You are the Elijah of your home. You have to prepare yourself. One Elijah prepared. One Elijah prepared. Amen. Will bring the fire of God down. Hallelujah. That will bring the whole nation to God. How many Elijahs are there in this church? When you go back and worship God in your home, when you start pleasing God in everything, my God will send that consuming fire, a fire of blessing upon you in Jesus' name. Hallelujah. Maybe for your eyes you are okay, but in the eyes of God, God may be telling you to do something. God says, my son, do that. I want you to do that. This morning I was led by the Lord to do something. I just called Benji near me. I just hugged him and I told him to go and hug his dad and mom. There was a release here because I felt he was hurting in some areas of his heart. Hallelujah. Oh, I need not do it. What will Benji think about me? What will Brother Cherian think about me? What will Sister Reni think about me? What will the elders of the church think about me? You think I care? My heavenly Father is pleased. Somebody shout an amen. We are called to please God. That's the only point I have time to tell you today. Word for the church, number 1. Listen, I'm going to stop. You are going to fly high. Amen. You heard it. Yesterday I was surprised. I had to go to a home. Let it be anywhere. The word came like this. Get ready for the next miracle. Already a great miracle was done in that home. When after the word came, I said, Lord, is it really from you? Then the word came again, Mahal Budam. Hallelujah. Again the Lord said, big miracle. I said, what is a miracle? The only thing I can think of. That is going to happen. Amen. So that you join their side,
they will join your side. What a God we serve! Oh, നമ്മൾ സേവിക്കുന്ന ദൈവം എത്ര What a മനോഹരൻ. mighty God we serve! What a mighty God we serve! Angels bow before Him, heaven and earth adore Him. What a mighty God we serve! What a mighty God we fly high! What a mighty God we serve! Angels bow before Him, heaven and earth adore Him. God we serve. There is power, power, wonder-working power In the blood of the Lamb, there is power, power, wonder-working in the precious blood of the Lamb. There is healing, healing, wonder-working healing in the blood of the Lamb. There is healing, Healing, wonder-working healing in the precious blood of the Lamb. There is power, power, wonder-working power in the blood of the Lamb. There is power, Power, wonder-working power in the precious blood of the Lamb. Here is healing Healing, wonder-working healing in the blood of the Lamb. Lamb. There is healing, wonder-working healing in the Precious blood of the Lamb. People of God, I'll explain to you quickly. I have 5 minutes before we close. Listen, I'm going to tell you what happened today morning. ഇന്ന് രാവിലെ സംഭവിച്ച ഞാൻ പെട്ടെന്ന് You don't have to go there. In the book of Malachi, മലാഖിയുടെ പുസ്തകത്തിൽ the prophecy says, ഇങ്ങനെ പ്രവചനം in the പറയുന്നു. last days Elijah will come. അന്ത്യനാളുകളിൽ വീണ്ടും ഏലിയാവ് You know what he'll do? ഏലിയാവ് എന്ത് He ചെയ്യും? will restore the sons to the fathers. അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോട് അവൻ നിരപ്പിക്കും. This morning that is happening. ഇന്ന് രാവിലെ അത് നടക്കുകയാണ്. Hallelujah. ആമേൻ. Because you have served God and you want to please God. നിങ്ങൾ ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് This is what comes to my heart. ഇതെന്റെ ഹൃദയത്തിൽ വരികയാണ്. Your children shall come and worship with you. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പം വന്ന് ജീവനുള്ള ദൈവത്തെ Because you ആരാധിക്കും. will not compromise. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാത്തത് Because you will stand for the living God. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന് വേണ്ടി Your നിൽക്കുന്നത് family and your children shall come and worship the true living God. നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളോടൊപ്പം ഈ ദൈവത്തെ ആരാധിക്കും. That is what the Lord is telling me this morning to tell you. ഓ നിങ്ങളോട് പറയുവാൻ ദൈവം പറയുന്ന ദൂത് ഇതാണ്. ഈ സഭയിലെ ചിലരോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നത് കേട്ടോ. In this church the Lord is speaking like this. ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. Oh, you do not know who I am. You are going to see who is I hath not seen nor ear heard what God has kept for those who love Him. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. My Father has spoken in Jesus' name. എന്റെ പിതാവ് സംസാരിച്ചു. I am excited, hallelujah, this morning. ആമേൻ. Not because I am holy, ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല. not because we are perfect. നമ്മൾ പൂർണ്ണരായതുകൊണ്ടല്ല. We serve a living God who loves His people. തന്റെ ജനത്തെ സ്നേഹിക്കുന്ന ജീവനുള്ള ദൈവത്തെ നമ്മൾ And ആരാധിക്കുന്നു. by faith, we are singing, He has done great things. Done great things. He has done great things. Bless the Lord, oh my soul. He has done great things. He has done great things. He has done great things. Bless the Lord, oh my soul. He has done great things. Great things. He has done great things. Hallelujah. He has done great things. Bless the Lord, oh my soul. Bless the Lord, oh my soul, And all that is within me, bless His holy name. Bless the Lord, oh my soul, and all that is within me, bless His holy name. He has done great things. Yes, He has. He has done great things. Hallelujah. He has done great things. Bless the Lord, Oh my soul. ചെയ്തു വൻ കാര്യം താൻ ചെയ്തു വൻ കാര്യം
ചെയ്തുവൻ കാര്യം കർത്തനെ വാഴ്ത്തുക. With the Lord, oh my soul, and all that is within me, bless His holy name. hallelujah. Bless the Lord, Bless oh the my soul, and Lord, all that is within me, bless His holy name. He has done great things. He has done great things. He has done great things. Bless the Lord, oh my soul. Let's pray. The purpose of this message was not to say that you are responsible for what your children is. ഞാൻ പറഞ്ഞ സന്ദേശത്തിന്റെ ഉദ്ദേശം ഇതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തായിരിക്കുന്നുവോ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലല്ല, നിങ്ങൾ കാരണമല്ല. ഞാൻ നിങ്ങൾ കാരണമല്ല. പക്ഷേ there is some kind of something needs to be repaired in our own lives. That's a meaning. ഹല്ലേലൂയ. എൻ്റെ അർത്ഥം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ, ചില ക്രമീകരണങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. When that happens, അത് നടക്കുമ്പോൾ like Elijah, ഏലിയാവെ പോലെ the fire will come. ദൈവത്തിന്റെ തീ നിങ്ങളുടെ മേൽ ഇറങ്ങും. That is not for you to be discouraged. നിങ്ങൾ നിരാശപ്പെടാനല്ല I സംഭവിക്കുന്നത്. want to tell you that word has come from a God who loves you. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൽ നമുക്ക് ലഭിച്ച വചനമാണത്. And whenever God shows you the possibility, ദൈവം എപ്പോൾ നിങ്ങളെ ഒരു സാധ്യത കാണിക്കുന്നുവോ, He is standing right there to release you and open the door for you. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാൻ, നിങ്ങളെ സ്വതന്ത്രനാക്കുവാൻ യേശു അവിടെ നിൽക്കുകയാണ്. To release you. നിങ്ങളെ വിടുവിക്കുവാൻ. People, do you want an everlasting eternal deliverance or you want a temporal one? പ്രിയപ്പെട്ടവരെ, നിത്യമായ ഒരു വിടുതൽ നിങ്ങൾക്ക് ആവശ്യമാണോ അതോ താൽക്കാലികമായിട്ടുള്ളതാണോ ആവശ്യം? Those who say I want an eternal deliverance, I want you to stand up now. എനിക്ക് നിത്യമായ ഒരു വിടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, I want my entire family to worship the true living God. എൻ്റെ കുടുംബം മുഴുവനും ഞാൻ ഒന്നിച്ച് ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കണം. For that I am willing to be prepared. അതിനായി ഒരുക്കപ്പെടുവാൻ ഞാൻ ഒരുക്കമാണ്. I don't want just this everyday kind of thing. ഓരോ ദിവസത്തെ തൽക്കാലത്തേക്കുള്ള കാര്യത്തിലല്ല എനിക്ക് താല്പര്യം. My focus is on not being the richest man in the world. ഈ ലോകത്തിലുള്ള ഏറ്റവും ധനവാനല്ല എൻ്റെ ശ്രദ്ധ. Oh, God has blessed me, He will bless me financially, no problem. ദൈവനെ അനുഗ്രഹിച്ചു, ദൈവനെ സാമ്പത്തികമായി അനുഗ്രഹിക്കുന്നു. He will never push me down somewhere. I will never have to beg or borrow. ഒരിക്കലും ഞാൻ വായ്പ ചോദിക്കുകയോ തെണ്ടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. He will provide for me. അവൻ എനിക്കായി ഒരുക്കിയിട്ടുണ്ട്. But my focus is for greater things. എന്നാൽ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് എൻ്റെ ശ്രദ്ധ. He will provide for me. അവൻ എനിക്ക് തരും. Yes. ആമേൻ. I've cast my burden on Him. എൻ്റെ ഭാരം ഞാൻ അവന്റെ മേൽ And He ഇടുകയാണ്. will take care of that. അവൻ എന്നെ പരിപാലിക്കും. But this morning I am coming for a greater something from God. എന്നാൽ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ ചിലതിനു വേണ്ടി ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ വരികയാണ്. Lord, give me wholeheartedness. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സേവിക്കാനുള്ള കൃപ. Not in the past, not like before. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അല്ല കർത്താവേ. I don't want to think of past failures. കഴിഞ്ഞ കാലങ്ങളിലെ പരാജയം എനിക്ക് ഓർക്കണ്ട. But I'm asking for the heart of Jesus into me. ഓ, യേശുവിന്റെ തന്നെ ഹൃദയം, ആ പൂർണ്ണതയുള്ള ഹൃദയം. I want the heart of Jesus manifested in me. ഇന്ന് യേശുവിന്റെ ഹൃദയം എന്നിൽ വെളിപ്പെടുവാൻ ഇടയാക്കണം. Because Jesus was so wholehearted to the Father. കാരണം യേശു കർത്താവ് പിതാവിന്റെ പൂർണ്ണ ഹൃദയത്തിൽ Whatever Father said He did. പിതാവ് പറഞ്ഞതൊക്കെ യേശു ചെയ്തു. Before His baptism, after His baptism, സ്നാനത്തിന് മുമ്പ്, സ്നാനത്തിന് ശേഷം the Father said about Jesus, യേശുവിനെ പറ്റി പിതാവ് സാക്ഷ്യം here is my beloved Son. ഓ, ഇതാ എൻ്റെ പ്രിയമകൻ. I am well pleased with Him. അവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 2.5 years later, approximately, ഏതാണ്ട് 2 വർഷത്തിന് ശേഷം 3 of His disciples went with Jesus to the mountain. ഓ, 3 ശിഷ്യന്മാർ യേശുവിനോട് മലയിൽ പോയി. Hallelujah. They heard this sound. അവരും ഈ ശബ്ദം കേട്ടു. Here is my beloved Son. ഇതാ എൻ്റെ പ്രിയപുത്രൻ. Listen to Him. അവനെ ശ്രദ്ധിക്കുക. I am pleased. I don't know if God said that. പ്രസാദിച്ചിരിക്കുന്നു. That should be our testimony. നമ്മുടെ സാക്ഷി ഇതായിരിക്കണം. Let God look from heaven. ദൈവം സ്വർഗ്ഗത്തിൽ നമ്മളെ നോക്കുമ്പോൾ Let Him look from heaven. This is my prayer. എൻ്റെ പ്രാർത്ഥന ഇതാണ്. ദൈവം Let God look and say, Shiju, I am pleased with him. ഓ, ഷിജുവിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം പറഞ്ഞു. George Thomas, I am pleased with ജോർജ് him. തോമസിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. George Samuel, I am pleased with ജോർജ് him. സാമുവേലിൽ പ്രസാദിച്ചിരിക്കുന്നു. My son Cherian, I am pleased with him. മകൻ ചെറിയാൻ ഞാൻ I am പ്രസാദിച്ചിരിക്കുന്നു. pleased with all my children here. ഈ സഭ- എല്ലാ കുഞ്ഞുങ്ങളും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. Oh, Satan will go to God. പിശാച് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലും. Oh, do you see a group of people in Philadelphia? ഫിലഡൽഫിയയിൽ കൂട്ടാളികളെ നീ കാണുന്നു. Do you see them, God? അവരെ കാണുന്നു കർത്താവേ. God will tell Satan, do you see my children there?
ദൈവം ചോദിക്കും, നീ എന്റെ കുഞ്ഞുങ്ങളെ They കാണുന്നുണ്ടോ? love me so much. അവരെന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. Their entire heart is with me. അവരുടെ പൂർണ്ണ ഹൃദയം എന്നിലാ. I have all my authority upon them. എന്റെ പൂർണ്ണ അധികാരം അവരുടെ മേലുണ്ട്. Wherever they go, I will bless them. അവരെവിടെ പോയാൽ ഞാൻ അവരെ അനുഗ്രഹിക്കും. Wherever they are, I will work on their behalf. അവരെവിടെയായിരുന്നാലും അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. They shall be an answer for the problem of many of my children. എന്റെ അനേക കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവർ ഉത്തരമായി തീരും. Because they desire me more than anything else. കാരണം മറ്റെന്തിനേക്കാളും അവർ എന്നെ ആഗ്രഹിക്കുന്നു. People of God, do you know the secret of real prosperity? യഥാർത്ഥ വർദ്ധനവിന്റെ രഹസ്യം അറിയാം. God being with you all the time. എപ്പോഴും ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളതാണ്. That is the real prosperity. അതാണ് യഥാർത്ഥ വർദ്ധന അനുഗ്രഹം. Are you ready? നിങ്ങൾ ഒരുക്കമാണോ? Give a commitment to God. ദൈവസന്നിധിയിൽ നിങ്ങൾ തീരുമാനമെടുക്കുക. Forever you will be the Lamb upon the throne. I'll gladly bow my knee and worship you alone. നീ എന്നേക്കുമേ സമാരാധ്യൻ തന്നെ നിൻ മുന്നിൽ വണങ്ങും ആരാധിക്കും നിന്നെ. One more time. Forever you will be. Forever you will be The Lamb upon the throne. the Lamb upon the throne. I'll gladly bow my knee Bow my knees and worship you. Father, we thank you for today. And thank you for the wonderful worship. And Lord, thank you for speaking to our hearts through the word. Thank you for speaking to my heart. And I pray, Lord, that you'll bless each person here according to your heart. I pray and ask for an impartation from your very heart upon each person here, Lord, that we may know who you are, and we may enjoy your presence and be bold in you, be powerful people in your name wherever we go. Lord, we don't want a church people, we don't want to be pastor people, but we want to be Jesus people. We thank you, Lord. In Jesus' mighty name we pray. The people of God said, the people of God said, and the people of God said, Amen. Have a blessed, glorious week.